പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്ന മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കെ സുധാകരൻ. ജാവ്ദേക്കറുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട്. ആരും അറിയാത്ത പൊതുപരിപാടി ഏതാണെന്നും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായ കേസുകളിലടക്കം ബിജെപിയുമായുള്ള അന്തർധാര ശക്തമാണെന്നും സുധാകരൻ ആരോപിച്ചു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി കേരളത്തിലെ ജനങ്ങൾ അറിയില്ലേ? ജാവേദ്കറെ പോലുള്ള ഒരു BJPയുടെ നേതാവും മുഖ്യമന്ത്രിയും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ അറിയില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ കേരളത്തിൽ ജനങ്ങൾ അറിയണ്ടേ? അവരാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് അറിഞ്ഞില്ല? അത്രയും രഹസ്യമായിട്ടാണ് അദ്ദേഹം നടത്തിയ പരിപാടിയെങ്കിൽ ആ പരിപാടിയുടെ അജണ്ട എന്താണ്? ഇതൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറയണ്ടേ? അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ജാവേദ്കറുമായി മുഖ്യമന്ത്രിക്ക് നേരത്തെ ബന്ധമുണ്ട് എന്നാണ്. അത് ഇന്നാൾ സന്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ഇതൊക്കെ ഒരു അന്തർധാരയാണ് രാഷ്ട്രീയത്തിൽ. സ്വന്തം മകളുടെയും കുടുംബത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കാൻ BJPയുടെ സഹായം അനിവാര്യമാണെന്ന അറിവ് മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ടാണ് എല്ലാം നാണം കെട്ടും മുഖ്യമന്ത്രി ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ നിൽക്കൂല ഒരു മുഖ്യമന്ത്രി. വിശദാംശങ്ങളുമായി അർജുൻ കല്യാടാണ് ചേരുന്നത്. അർജുൻ, ഇത് പ്രതിപക്ഷം വലിയൊരു ആയുധമാക്കുകയാണ്. EP ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച. അപ്പോൾ സുധാകരൻ പറഞ്ഞു വരുന്നത് ഇത് തന്നെയാണ്, മുഖ്യമന്ത്രിക്ക് ഇത് കൃത്യമായ അറിവുണ്ട്, മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെയാണ് EP കൂടിക്കാഴ്ച നടത്തിയത് എന്ന് തന്നെയാണ് കെ സുധാകരനും കൂട്ടിച്ചേർക്കുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ആര്യ, EP ജയരാജനും പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയപരമായി വലിയ ഒരു മുതലെടുപ്പിന് അല്ലെങ്കിൽ വീണ് കിട്ടിയ ഒരു ആയുധമെന്ന രീതിയിൽ വലിയ തോതിൽ പ്രചരണായുധമാക്കുകയാണ് കോൺഗ്രസ്. ഇതെന്തായാലും EP ജയരാജനിലേക്ക് മാത്രം ഒതുക്കുക അല്ലെങ്കിൽ EP ജയരാജൻ അത്തരത്തിലേക്ക് ഒരു കൂടിക്കാഴ്ച നടത്തി എന്നതിനപ്പുറത്തേക്ക് CPMൻ്റെ നേതാക്കൾ എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള അന്തർധാരയുടെ ഭാഗമാണ്. പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമായിട്ടുള്ള ബന്ധം ഈ BJP നേതാക്കളുമായി ഉണ്ട് എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ ഇതിൻ്റെ ആരോപണ ശരങ്ങളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള KPCC പ്രസിഡന്റ് കെ സുധാകരൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും പറയുന്നത് മുഖ്യമന്ത്രി എന്തിനാണ് ഇത്തരത്തിൽ ജാവ്ദേക്കറെ കണ്ടത്. മുഖ്യമന്ത്രി ഇന്നലെ EP ജയരാജൻ്റെ ഈ വിവാദത്തിന് ശേഷം ഇന്നലെ പ്രതികരണം നടത്തിയിട്ടുള്ളത് ഈ പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നത് ഒരു തെറ്റല്ല, താനും അത്തരത്തിൽ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ കെ സുധാകരൻ ഒരു ആയുധമാക്കി മാറ്റുന്നത്. അതായത് മുഖ്യമന്ത്രി എന്തിനാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത്, അല്ലെങ്കിൽ എവിടെ വെച്ചാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത്, ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാവണം. കാരണം ഇത്തരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നത് എങ്കിൽ അത് മാധ്യമങ്ങൾ അറിയുമായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു രഹസ്യ പരിപാടി അല്ലെങ്കിൽ രഹസ്യമായ ചടങ്ങിലാണ് ഈ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത്, അല്ലെങ്കിൽ രഹസ്യമായ കൂടിക്കാഴ്ചയാണ് ഇവർ തമ്മിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോഴും കെ സുധാകരൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പ്രകാശ് ജാവ്ദേക്കറെ കൂടിക്കണ്ട കാഴ്ച മുഖ്യമന്ത്രി തള്ളിപ്പറയാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിൽ EP ജയരാജൻ കണ്ട കാര്യം തള്ളിപ്പറയാൻ വേണ്ടി തയ്യാറാവുന്നില്ല. പകരം ദല്ലാൽ നന്ദകുമാറിനെ കണ്ട കാര്യമാണ് മുഖ്യമന്ത്രി EP ജയരാജൻ പോയത് തെറ്റായി അല്ലെങ്കിൽ EP അത്തരം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണമെന്നുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതായത് പ്രകാശ് ജാവ്ദേക്കറെ കണ്ട കാര്യത്തിൽ തെറ്റില്ല, എന്നാൽ ദല്ലാൽ നന്ദകുമാറിനെ കണ്ടത് തെറ്റാണ്. ഇത് BJP CPM അന്തർധാരയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ആത്യന്തികമായി അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഉന്നം വെക്കുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ ഈ വിവാദത്തെ കൊണ്ടുചെന്നെത്തിക്കുക. പ്രകാശ് ജാവ്ദേക്കറും BJPയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം മുഖ്യമന്ത്രിയാണ് എന്ന രീതിയിലേക്കുള്ള ഒരു വിമർശനം ഉണ്ടാക്കുക, ആ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുക. ഇത് തന്നെയാണ് UDF ഉന്നയിക്കുന്നത്. എന്തായാലും CPM വലിയ തോതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിരോധത്തിലാണ്. ആ പ്രതിരോധത്തിലായ സാഹചര്യത്തെ പരമാവധി മുതലെടുത്തുകൊണ്ട് കോൺഗ്രസ് BJP അന്തർധാര എന്ന CPMൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താകെ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രചരണായുധത്തിൻ്റെ മുനയൊടിച്ചുകൊണ്ട് ആ ആയുധം തന്നെ CPMനെതിരെ തിരിച്ചു പ്രയോഗിക്കുക എന്നുള്ള തന്ത്രം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായി പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. അതിൻ്റെ ആദ്യ സൂചനകൾ തന്നെയാണ് KPCC അധ്യക്ഷൻ്റെ പ്രതികരണത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യുന്നത്. EP ജയരാജനും ജാവ്ദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച, അതിൽ മുഖ്യമന്ത്രി കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കണം, മറുപടി പറയണം എന്ന് തന്നെയാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.